ഹായ് ഡിയേഴ്സ്. നിങ്ങൾ ജീവിതത്തിൽ സ്റ്റക്കായിരിക്കുന്ന അവസ്ഥയിലാണോ? ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നേടണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റാത്ത അവസ്ഥയിലാണോ? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടേണ്ട ഒന്നല്ല സക്സസ് എന്ന് പറയുന്നത്. നമുക്കത് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ലഭിക്കണം. അപ്പോൾ അത് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ അലൈൻമെന്റിലല്ല എന്നുള്ളതാണ്. എന്താണ് അലൈൻമെന്റ്? യൂണിവേഴ്സുമായിട്ട് അലൈൻമെന്റിലേക്ക് എങ്ങനെ എത്താം? നമ്മൾ അലൈൻമെന്റിൽ ആണ് എങ്കിൽ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും, നമ്മൾ അലൈൻമെന്റിൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും, നമുക്ക് ഈസി ആയിട്ട് അലൈൻമെന്റിലേക്ക് എത്താനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ടീച്ചർമ്മ പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയാണ്. അപ്പോൾ ഒരു പേനയും ബുക്കും ഒക്കെ ആയിട്ട് ഇരിക്കുക. പറയുന്ന ഓരോ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് ലൈഫിൽ അതുപോലെ അപ്ലൈ ചെയ്യാം. ആദ്യമായിട്ട് അലൈൻമെന്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അലൈൻമെന്റ് എന്ന് പറയുമ്പോൾ എബ്രഹാം ഹിക്സ് പറയുന്നത് നിങ്ങളുടെ ചിന്തകളും അതുപോലെ നിങ്ങളുടെ ഇമോഷനും നിങ്ങളുടെ എനർജിയും ഒക്കെ നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ എനർജിയുമായിട്ട് മാച്ച് ആകണം. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ, നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുന്ന അവസ്ഥ, അതാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അലൈൻമെന്റിലാണെങ്കിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം മനസ്സിലുണ്ടാകും, നല്ല സമാധാനം, സാറ്റിസ്ഫാക്ഷൻ, നിങ്ങൾ ഭയങ്കര ജോയ്ഫുൾ ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അലൈൻമെന്റിലാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സ് നിങ്ങളുടെ എനർജിക്ക് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾ അലൈൻമെന്റിൽ അല്ല എങ്കിലോ നിങ്ങൾ വളരെ സാഡ് ആയിരിക്കും, ഭയങ്കര ദുഃഖമായിരിക്കും, നിങ്ങൾ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ ദൈവത്തെ പഴിക്കും, എന്റെ ജീവിതം എന്താ ഇങ്ങനെ, ദേഷ്യം വരുന്നു, പൊട്ടിത്തെറിക്കുന്നു, അതുപോലെ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നു, മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയ തോന്നുന്നു. ഇങ്ങനെയുള്ള കുറേയധികം നെഗറ്റീവ് അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അലൈൻമെന്റിലല്ല എന്നുള്ളത്. നിങ്ങൾ അലൈൻമെന്റിലാണോ എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന 5 പവർഫുൾ സൈൻസ് ആണ് ടീച്ചർമ്മ ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അലൈൻമെന്റിലാണെങ്കിൽ നിങ്ങൾ വളരെ പീസ്ഫുൾ ആയിരിക്കും, അതുപോലെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ലഭിച്ച എല്ലാ സൗഭാഗ്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പോൾ പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും, ഇപ്പോൾ നമുക്ക് പല പല സാഹചര്യങ്ങൾ നമുക്ക് അനുയോജ്യമല്ലാതെ വരും, പല വ്യക്തികളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല നമ്മളോട് പെരുമാറുന്നത്. അങ്ങനെ എന്ത് എക്സ്റ്റേണൽ സിറ്റുവേഷൻസ് മോശമായി വന്നാലും അതൊന്നും നമ്മുടെ മനസ്സിനെ അലട്ടാത്തൊരവസ്ഥ, എന്ത് വന്നാലും നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കുന്ന ഒരവസ്ഥ. ഈ ചേമ്പലയിൽ വെള്ളം വീഴുന്ന കണ്ടിട്ടില്ലേ? ആ വെള്ളം ഉരുണ്ടുരുണ്ടങ്ങ് പോകും. അതുപോലെ ചേമ്പലയെ അത് അഫക്റ്റ് ചെയ്യില്ല. അതുപോലെ നമുക്ക് പല പ്രശ്നങ്ങളും വരും, പക്ഷെ ആ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് നല്ല സ്റ്റേബിൾ ആയിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരിക്കും അലൈൻമെന്റിലാണെങ്കിൽ നമ്മൾ. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സിൻക്രോണസിറ്റീസ് ഷോ അപ്പ് എവരിവെയർ. അതായത് നിങ്ങൾ ചില വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവരുടെ കോള് നമുക്ക് വരും. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ കാര്യം നേടിത്തരാൻ സഹായിക്കുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ നമ്മളിലേക്ക് പെട്ടെന്ന് വന്ന് കണക്ട് ആവും. നമ്മൾ വിചാരിക്കും ഇതൊരു കോയിൻസിഡൻസ് ആണോ? അല്ല, ശരിക്കും അലൈൻമെന്റിൽ ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു കാര്യം നേടാനായിട്ട് പറ്റുന്നത്. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ UK പോയ സമയത്ത്, സ്കോട്ട്ലൻഡിലായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു എയർബിഎൻബിയിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പൊ എയർബിഎൻബിയിലൊക്കെ ഇങ്ങനെ കയറുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എയർബിഎൻബിയുടെ ആ കിച്ചന്റെ സൈഡിൽ കൂടെ, ബാക്ക് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത്. അവിടെയായിരുന്നു കീ ഉണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിനകത്തേക്ക് കയറുമ്പോൾ അതിനകത്തേക്ക് കയറിയ ഉടനെ ഫസ്റ്റ് എന്റെ മനസ്സിൽ വന്നൊരു തോട്ട് ഇതാണ്, എന്തുകൊണ്ട് നമുക്ക് ഒരു എയർബിഎൻബി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ ഈ ആഗ്രഹം, മനസ്സിൽ എന്താ ആഗ്രഹം വന്നാലും അപ്പൊ തന്നെ ഞാൻ ചേട്ടനോട് ഷെയർ ചെയ്യും. അങ്ങനെ ഞാൻ ചേട്ടനോട് അത് ഷെയർ ചെയ്യുമ്പോൾ ചേട്ടൻ പറഞ്ഞു ഓക്കെ നമുക്ക് ആലോചിക്കാം എന്ന് പറയുകയുണ്ടായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വന്നപ്പോൾ ഞാൻ അത് പറഞ്ഞു വിട്ടു, മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചു വിട്ടു. ശരിക്കും ആ അലൈൻമെന്റിൽ ഉള്ളതിന്റെ പവറാണ്. നാട്ടിൽ വന്നതിന്റെ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ കിടപ്പുണ്ട്. അപ്പൊ അത് നോക്കാനായിട്ട് ഒരു ബ്രോക്കർ വന്നു. അപ്പൊ ചേട്ടൻ അടുത്ത് ചോദിച്ചു, നീ വരുന്നുണ്ടോ ബ്രോക്കറിനെ പോയി ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട്? സാധാരണ ഞാൻ അങ്ങനെ പോകുന്ന പതിവില്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം. അങ്ങനെ അവിടെ പോയി ഞാൻ കാറിലിരിക്കുകയായിരുന്നു. ചേട്ടൻ പോയിട്ട് അവരോട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പുഷിങ്, പോയിട്ട് ആ ബ്രോക്കറിനോട് സംസാരിക്കുക എന്നൊരു പുഷിങ് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി ഇൻഡ്യൂഷൻസ് വരുമ്പോൾ ഞാൻ ആ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യാറുണ്ട്, ഞാനത് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാറില്ല. അങ്ങനെ ഞാൻ പോയി ബ്രോക്കറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇതുപോലെ ഒരു എയർബിഎൻബി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അതിന് വേണ്ടുന്ന ഇത് വരുവാണെങ്കിൽ എന്നോടൊന്ന് പറയണേന്ന് പറഞ്ഞു. അങ്ങനെ ആ വ്യക്തി ഓക്കെ പറഞ്ഞു പോയി. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു വീട് കിടപ്പുണ്ട്, വന്ന് നോക്കൂ. അങ്ങനെ പോയി ഞങ്ങൾ അത് നോക്കുന്നു. അങ്ങനെ ശരിക്കും അത് നമ്മളിലേക്ക് കണക്ട് ആവുന്നു. ഇന്ന് അത് നമ്മളുടെ സ്വന്തമായി തീർന്നിരിക്കുന്നു. അപ്പൊ ഇതുപോലെ നമ്മളിലേക്ക് അത് എത്താനായിട്ട്, ആ ഒരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും ഈസി ആയിട്ട് കണക്ട് ചെയ്യുക. കാര്യം എന്താ, നമ്മൾ അലൈൻമെന്റിലായിരിക്കുമ്പോൾ മനസ്സിൽ ചിന്തിച്ചു വിടുന്ന കാര്യങ്ങൾ പോലും ഈസി ആയിട്ട് നമുക്ക് നടന്നു കിട്ടും.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു ഔട്ട്കത്തെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കില്ല. അതായത് ഞാൻ എത്ര നാളുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, എന്താ എന്റെ ആഗ്രഹം നടക്കാത്തത്, ഇത് എപ്പോ നടക്കും? നിരാശ, സങ്കടം, വിഷമം ഇതൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. നിങ്ങൾ അത് എന്റെ ആഗ്രഹം പെർഫെക്റ്റ് യൂണിവേഴ്സൽ ടൈമിൽ നടക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഒരിക്കലും നിങ്ങൾ നിരാശയോ സങ്കടമോ വിഷമത്തിലേക്ക് പോവില്ല. നിങ്ങൾ എപ്പോഴും നല്ല ഹാപ്പിനെസ്സിലായിരിക്കും. യൂണിവേഴ്സ് അതെനിക്ക് തരും എന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാവും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇൻസ്പയർഡ് ആക്ഷൻ എടുത്തുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾക്ക് എന്ത് കാര്യം ചെയ്യുന്നതിനും വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. നിങ്ങളിങ്ങനെ നിർബന്ധിച്ച് നിങ്ങളെ ഫോഴ്സ് ചെയ്യിച്ചൊരു കാര്യം ചെയ്യേണ്ടതായിട്ട് വരില്ല. നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് ഇൻഡ്യൂഷൻ വന്നുകൊണ്ടേയിരിക്കും, ഇന്ന കാര്യം ചെയ്യും. നിങ്ങൾ ആ ഇൻഡ്യൂഷനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് മുന്നേ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ആ യൂട്യൂബ് ചാനൽ വളരെയധികം ഒരു പരാജയമായിരുന്നു, ഒരു അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. അതിനുശേഷം ഞാനിങ്ങനെ ഈ ഒരു അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് നിരന്തരം വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു, വെറുതെ മനസ്സിൽ തോന്നുന്നതാണ്. ഞാൻ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. കാര്യം ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും സക്സസ് കിട്ടാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ മനസ്സിൽ നിന്ന് ആ ഒരു ഇൻഡ്യൂഷൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. ശരിക്കും ആ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് ആക്ഷൻ എടുത്തു. ഇപ്പൊ നമ്മൾ 100K ബിഗ് ഫാറ്റി ഫാമിലി ആയി മാറിയില്ലേ? അപ്പൊ അതുപോലെ നമ്മൾ അലൈൻമെന്റിലായിരിക്കുമ്പോൾ എല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് നടന്നു കിട്ടും. അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ലൈഫ് ബിക്കം ഫൺ അഗെയിൻ. നിങ്ങൾക്ക് ജീവിതം ഭയങ്കര രസകരമായിരിക്കും. നിങ്ങൾ ലൈഫിൽ ഓരോ നിമിഷത്തെയും സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, എൻജോയ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ജീവിതത്തെ ദൈവം തന്ന ഏറ്റവും വലിയൊരു ദാനമായി കണ്ട് ലൈഫിലെ ഓരോ മൊമെന്റിനെയും നിങ്ങൾ മെമ്മറബിൾ ആക്കി മാറ്റി അത്രയും നിങ്ങൾ സന്തോഷത്തിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ അലൈൻമെന്റിലായിരിക്കുമ്പോൾ. അലൈൻമെന്റിലേക്ക് എത്താനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അലൈൻമെന്റിലേക്ക് എത്താനായിട്ട് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. മനസ്സ് വളരെ ശാന്തമാകും. അതുപോലെ തന്നെ ഡാൻസിങ് ഒരു മസ്റ്റാണ് കേട്ടോ. എല്ലാ ദിവസവും നിങ്ങൾ ഡാൻസ് ചെയ്യണം. മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത് മനസ്സിലെ മാലിന്യങ്ങളൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ഭയങ്കര ശുദ്ധമാകും. നമുക്ക് വളരെ പെട്ടെന്ന് അലൈൻമെന്റിലേക്ക് എത്താൻ പറ്റും. പിന്നീട് ചെയ്യേണ്ടത് റാംപേജ് ഓഫ് അപ്രീസിയേഷൻ. എല്ലാ കാര്യത്തിനും നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ലൈഫിൽ ലഭിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുമ്പോൾ നമ്മൾ വളരെയധികം ഹാപ്പിനെസ്സിലേക്ക് എത്തും. അതുവഴി വളരെ പെട്ടെന്ന് നമുക്ക് അലൈൻമെന്റിലേക്ക് എത്താൻ പറ്റും. അടുത്തത് ലെറ്റ് ഗോ ചെയ്യുക. ചില കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതെന്താ നടക്കാത്തത് എന്ന് ഓർത്ത് നിരാശരാകാതെ, ഡെസ്പറേറ്റ് ആകാതെ അതിനെ അങ്ങ് ലെറ്റ് ഗോ ചെയ്തേക്കുക. അതിനൊരു സമയമുണ്ട്. ആ ഒരു സമയമാകുമ്പോൾ അത് കറക്റ്റ് നടന്നോളും. അപ്പോൾ ലെറ്റ് ഗോ ചെയ്തിട്ട് യൂണിവേഴ്സിൽ വിശ്വാസം അർപ്പിക്കുക. ബിലീഫ് എന്ന് പറയുന്നത് വളരെയധികം അത്യാവശ്യമാണ്. എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെയുണ്ട്. എന്റെ യൂണിവേഴ്സ് എന്റെ കൂടെ ഉള്ളപ്പോൾ എല്ലാം എനിക്ക് അനുയോജ്യമായിട്ട് വരും. എന്റെ യൂണിവേഴ്സ് എല്ലാം എനിക്ക് കൊണ്ടുതരും എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് കഷ്ടപ്പെടാനും നരകിക്കാനും ഒന്നുമല്ല. നിങ്ങളുടെ ലൈഫിനെ ആഘോഷമാക്കി തീർക്കാനായിട്ടാണ് നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അലൈൻമെന്റിൽ ആണോ എന്ന് നോക്കുക. അലൈൻമെന്റിൽ ഉള്ളവർ യെസ് എന്ന കമന്റ് ബോക്സിലേക്ക് ഇടുക. അഥവാ നിങ്ങൾ അലൈൻമെന്റിലേക്ക് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അലൈൻമെന്റിലേക്ക് എത്താനായിട്ട് നോക്കുക. ഇനി ഓൾറെഡി അലൈൻമെന്റിൽ ഉള്ളവരാണെങ്കിൽ എന്ത് വന്നാലും അലൈൻമെന്റ് പുറത്തേക്ക് പോകരുത്. കാരണം ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം, സ്റ്റുഡൻസ് പറയാറുണ്ട്, ടീച്ചർമാർ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ നമുക്കത് മേടിക്കാൻ പറ്റാത്ത അത്രയും വാല്യുബിൾ ആണ് അലൈൻമെന്റിന്റെ സുഖവും സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ സിൽവർ ക്ലാസ് എന്ന് പറയുന്നത് 30 days മൈൻഡ് റീപ്രോഗ്രാമിംഗ് ക്ലാസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ അലൈൻമെന്റിലേക്ക് എത്താൻ വേണ്ടുന്ന ഒരുപാട് മാർഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആ അലൈൻമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഫുൾ ടൈം നമുക്ക് എങ്ങനെ അലൈൻമെന്റിൽ ഇരിക്കാം എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന ക്ലാസ് ആണ്. അപ്പൊ അതിന്റെ പുതിയ ബാച്ച്, ജൂൺ മാസത്തെ പുതിയ ബാച്ച് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. 6-ാം തീയതി വരെയും അതിന്റെ അഡ്മിഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവര് ഒരു പ്രാവശ്യം നിങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് നോക്കൂ. ടീച്ചർമാർ പറയുന്ന ഓരോ പ്രാക്ടീസുകളും ചെയ്തു വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അലൈൻമെന്റിലേക്ക് എത്തും. അലൈൻമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻസിന്റെ പെരുമഴയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. സിൽവർ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യണേ. അപ്പോൾ അതുകൊണ്ട് ടീച്ചർമാർ പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും എത്രയും പെട്ടെന്ന് അലൈൻമെന്റിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ബ്ലസ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് എവരിവൺ. ലവ് യു ആൾ.